അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് കേൾപ്പിക്കുന്നത്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ ദൂതന്റെ അടുക്കലേക്ക് വന്നു. ഫഖാല ഇഅ്ളിനി വഔജിസ്, എന്നിട്ട് ഈ വന്ന മനുഷ്യൻ സ്വഹാബി വര്യനായിരിക്കാം. ഈ വന്ന സ്വഹാബി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇഅ്ളിനി വഔജിസ്, നിങ്ങൾ എന്നെ ഉപദേശിച്ചാലും ആ ഉപദേശം വളരെ ചുരുക്കി പറഞ്ഞാലും, ഓ പ്രവാചകരെ സംക്ഷിപ്തമായ ഒരു ഉപദേശം നിങ്ങൾ എനിക്ക് നൽകിയാലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പറയുകയാണ്. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി വര്യന് സംക്ഷിപ്തമായ ഒരു ഉപദേശം നൽകുകയാണ്. എന്താണ് ആ ഉപദേശം? ഒന്നാമത് പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫസ്വല്ലി സ്വലാത്ത മുവദ്ദഇൻ. ഒന്നാമത്തെ ഉപദേശം അതാണ്, നീ നമസ്കരിക്കാൻ നിന്നാൽ വിട പറയുന്ന ഒരാളുടെ നമസ്കാരം പോലത്തെ നമസ്കാരം നീ നിർവഹിക്കുക. ഒരാൾ ജീവിതത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്, അടുത്ത വഖത്ത് നിസ്കരിക്കാൻ അയാൾ ഉണ്ടാവില്ല എന്ന ഉറപ്പോടുകൂടി നീ നമസ്കരിക്കുക. വിട പറയുന്ന, ഈ ലോകത്തോട് വിട പറയുന്ന ഒരാളുടെ നമസ്കാരം പോലെ നീ നമസ്കാരം നിർവഹിക്കുക. ഇതാണ് ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദാ, നാളെ നിനക്ക് ഖേദിക്കേണ്ടി വരുന്ന ഒരു സംസാരം നീ സംസാരിക്കാതിരിക്കുക. ഒരു സംസാരം, ഒരു വർത്താനം പറഞ്ഞതിന്റെ പേരിൽ, ഒരു വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ നിനക്ക് നാളെ ഖേദിക്കേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു വർത്തമാനം നീ പറയാതിരിക്കുക. അതാണ് രണ്ടാമത്തെ ഉപദേശം. മൂന്നാമത്തെ ഉപദേശം, ജനങ്ങളുടെ കൈവശമുള്ളത് ആശിക്കാതിരിക്കുക. ജനങ്ങളുടെ കൈവശമുള്ളത് ആശിക്കാതിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംക്ഷിപ്തമായ ഒരു ഉപദേശം നൽകാൻ ഒരു സ്വഹാബി വര്യൻ വന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി നൽകുന്ന ഉപദേശമാണ്, ഒന്നാമത്തെ കാര്യം, നമസ്കാരത്തിലേക്ക് നിന്നാൽ ഈ ലോകത്തോട് വിട പറയുന്ന ഒരാൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുക. അടുത്ത നമസ്കാരത്തിന് നീ ഉണ്ടാവില്ല എന്നതുപോലെ തന്നെ നീ നിസ്കരിക്കണം. രണ്ടാമത്തെ ഉപദേശം, നീ നടത്തിയ ഒരു സംസാരത്തിന്റെ പേരിൽ നാളെ നിനക്ക് ഖേദിക്കേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു സംസാരം നീ നടത്താതിരിക്കുക. മൂന്നാമത് പറഞ്ഞു, ജനങ്ങളുടെ കൈവശമുള്ളത് നീ ആശിക്കാതിരിക്കുക.